ഹലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയേട്ടാ. അവിടെ ഹൽദിയുടെ പരിപാടി നടന്നുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. ഡ്രസ്സൊക്കെ തയ്ച്ചത് വാങ്ങിക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ഹൽദി പരിപാടിയൊക്കെ തുടങ്ങിയേട്ടാ. അപ്പോൾ അതേ നമ്മുടെ അപ്പുക്കുട്ടനുണ്ട്. നമ്മൾ ടൂർ പോയപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന അപ്പുണ്ട്, സുഹിത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഹൽദിയുടെ ഡാൻസൊക്കെ നമുക്ക് കാണാം. ഇന്നപ്പോൾ കല്യാണ ദിവസമായിട്ടാ. കല്യാണം ആരുടെയെന്ന് ഞാൻ പറയാൻ പറഞ്ഞത് എൻ്റെ ചേട്ടൻ്റെ മോളുടെ കല്യാണം കേട്ടോ, വല്യച്ഛൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അത് കല്യാണ ദിവസമായി. കല്യാണത്തിന് ഇതാ വന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നേരത്തെ തന്നെ സദ്യ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 11:45 ആയപ്പോൾ തന്നെ സദ്യ തുടങ്ങിയിട്ട്. അപ്പോൾ അത് കാറ്ററിംഗ് ആണ്. അപ്പോൾ അതൊരു വിളമ്പാനൊക്കെ തുടങ്ങി. എല്ലാ കറികളൊക്കെ വിളമ്പി. സദ്യ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. നോൺ വെജിനേക്കാളും എനിക്ക് സദ്യയാണ് ഇഷ്ടം. അപ്പോൾ അതേ നമ്മുടെ സാമ്പാറും പരിപ്പറിയൊക്കെ ഇട്ട് ഇനി അങ്ങോട്ട് കൂട്ടിക്കൊഴിച്ച് അങ്ങോട്ട് കഴിക്കുക. രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. രാവിലെ ബഹളമൊക്കെ ആയതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കാതെ വന്നത്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും ഇപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ സദ്യയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിൽക്കുവാണ്. ഇനി ഫോട്ടോ എടുക്കാനായിട്ട് കയറണം. അപ്പോൾ അതിന് വേണ്ടി ഇനി നിൽക്കുക. അപ്പോൾ അതേ കുട്ടികൾ ഡാൻസും പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ എണ്ണിട്ടത്. അപ്പോൾ അവരുടെ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വൈകിട്ടത്തെ റിസപ്ഷനായിട്ടാണ്. അപ്പോൾ അങ്ങനെ റിസപ്ഷന് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. സൗമ്യ നീതും കുട്ടികളൊക്കെ നേരത്തെ വന്ന്. അപ്പോൾ അത് നീതുവിനെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. രാവിലെ അവർക്ക് വേറെ കല്യാണം ഉള്ളതുകൊണ്ട് ഇവിടെ വന്നെങ്കിലും അവരെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് അവർ ഫുഡ് കഴിക്കണേ കേട്ടോ. നീതുവിനൊക്കെ അവളുടെ റിലേറ്റീവിൻ്റെ വേറൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റിസപ്ഷനെ കഴിഞ്ഞിട്ട് അവർക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പോൾ അവരങ്ങനെ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ച് ഞാൻ റൈസാണ് കേട്ടോ വാങ്ങിച്ചത്. വെള്ളയപ്പം പിന്നെ റൈസൊക്കെയാണ്, ചിക്കൻ പിന്നെ ബീഫ്. അപ്പോൾ ഞാൻ റൈസും ചിക്കൻ കറിയും വാങ്ങിച്ച് ഞാൻ കഴിച്ചു തുടങ്ങി. കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഐസ്ക്രീം പിന്നെ ഫേവറേറ്റ് ആണല്ലോ, അപ്പോൾ ഐസ്ക്രീം വാങ്ങി കഴിച്ചു. അപ്പോൾ ഇതെൻ്റെ വെളിച്ചൻ്റെ മോനും വൈഫുമാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങളിത് ചെക്കൻ്റെ പെണ്ണിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ കയറി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല ടയേർഡായിട്ട് ഉണ്ണിയൊക്കെ കിടപ്പായിട്ടാണ്. ജ്യൂസൊക്കെ വാരി വലിച്ച് കുടിച്ച് കുറേ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ ഇനി വീട്ടിലോട്ട് പോകുന്ന കിടന്നാൽ മതി. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ മൂത്ത വല്യച്ഛൻ്റെ മോളും പിന്നെ രണ്ടാമത്തെ വല്യച്ഛൻ്റെ മോളും ഷീല ചേച്ചിയും അമ്പിളിയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒപ്പം കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് പിന്നെ അച്ഛനെയും അമ്മനെയും നമ്മുടെ ചെക്കനല്ല സോറി പെണ്ണിൻ്റെ ചേട്ടനാണ് സുഹിത്ത്, വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഉണ്ണി അവരൊപ്പം പോയി. പിന്നെ അവർ വീണ്ടും പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ അങ്ങനെ അപ്പോൾ വീണ്ടും ഡാൻസ് തുടങ്ങി കേട്ടോ. പിന്നെ ഉണ്ണി നേരത്തെ ഫുഡ് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അവൻ പോയി ഫുഡൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ ചെക്കൻ്റെ അളിയൻ്റെ ഡാൻസോട് കൂടി നമ്മുടെ കല്യാണ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ.